ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ടപ്പേന്നൊരു ഉച്ചയൂണ് റെഡിയാക്കിയാലോ? എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സാമ്പാർ റെഡിയാക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പരിപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പയർമെഴുക്ക് വരട്ടി കൂടി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 വെളുത്തുള്ളി കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുത്ത് നന്നായിട്ട് ഇടയ്ക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു മോര് കറിയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 2 കഷ്ണം ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു ചട്ടി എടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഉലുവായും കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴന്ന് കഴിയുമ്പം അതിലേക്ക് 1-2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തൈരുടച്ച് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കേണ്ട, കറിയൊന്ന് ചൂടായാൽ മതി. മോരുകറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ വഴറ്റി വെച്ച ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.